Hello friends, എല്ലാവർക്കും കൗലയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വരുന്നത് ഈദ് വ്ലോഗുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യത്തെ പരിപാടി പുഡിംഗ് ആക്കലാണ്. അത് എങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം. പൈനാപ്പിൾ നല്ലോണം കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ക്രീമിലോട്ട് നമുക്ക് പൈനാപ്പിൾ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് ഓരോ ബ്രെഡും കസ്റ്റർഡ് മിൽക്കിലേക്ക് മുക്കി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് വെക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ മേലെ നമ്മൾ നേരത്തെ ആക്കിയ ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളി പൈനാപ്പിൾ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നാളത്തേക്ക് ആവശ്യമുള്ള ബീഫ് മസാല റെഡിയാക്കാം. ബീഫ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉള്ളി എടുക്കാം. അത് 10-12 ഉണ്ടാവുക. നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തക്കാളി എടുത്തിട്ട് അതും കട്ട് ചെയ്യാം.
നമ്മളെ കിടക്കാച്ചി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല തയ്യാറായി. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട പരിപാടിയാണ്. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇവയെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് വിനാഗിരിയും പുതിനച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് രാത്രി ഫുള്ളും ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കായ്പോളാക്കേണ്ട പരിപാടിയാണ്. അത് എങ്ങനെ ആക്കുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ബിരിയാണിൻ്റെ പരിപാടിയിലേക്ക് പോകാം.